ഹലോ ഗൈസ്, അപ്പോൾ ആരാണ് രാജ്യസ്നേഹി? പഹൽഗാം സ്വദേശി, പഹൽഗാം ബൈസാരം താഴ്വരയിലെ ഒരു കുതിരസവാരിക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ തൻ്റെ മാതാപിതാക്കളുടെ നട്ടെല്ല്, തൻ്റെ ഭാര്യ മക്കളുടെ തണല്, ആ കുടുംബത്തിൻ്റെ അത്താണി എന്നതേം പോലെ ജോലിക്ക് പോകുന്നു. വിനോദസഞ്ചാരികൾ ഉണ്ടുകൂടെ ഭീകരർ ആക്രമിക്കുന്നു. തന്നെ പരിശോധിച്ച് വിട്ടേച്ചിട്ട് പോലും പോകാതെ തൻ്റെ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ നൽകുവാൻ വേണ്ടി ആ വിരൽ ചൂണ്ടിയ അല്ലെങ്കിൽ തോക്ക് ചൂണ്ടിയ ആ ഭീകരരുടെ തോക്കിനെ തട്ടുമാറ്റിയ ചങ്കൂറ്റമാണ് ആദിൽ എന്ന സഹോദരൻ്റെ ഇന്ത്യയുടെ ചങ്കൂറ്റം. ആദിൽ എന്ന സഹോദരൻ്റെ ഇന്ത്യയുടെ മതസൗഹാർദ്ദം. ആ സഹോദരൻ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നത് കാണിച്ചു തരികയാണ്. തൻ്റെ കൂടെ വന്ന സഞ്ചാരികൾ മുസ്ലിമാണോ, ഹൈന്ദവരാണോ, ക്രൈസ്തവരാണോ എന്ന് നോക്കിയില്ല. മനുഷ്യനെന്ന ഒറ്റ പരിഗണന, തൻ്റെ ജീവന് പോലും വില കൽപ്പിക്കാതെ തൻ്റെ കൂടെ വന്നവരുടെ ജീവൻ എപ്പോൾ രക്ഷിക്കണമെന്ന് ആലോചിച്ചോ അപ്പോൾ തന്നെ താങ്കൾ ഇന്ത്യയുടെ റിയൽ വാരിയറായി കഴിഞ്ഞിരിക്കുന്നു. താങ്കളുടെ രക്തസാക്ഷിത്വം ഇന്ത്യ നിലനിൽക്കുന്നതുവരെ സംസാരിക്കും. കാരണം താങ്കൾ ചെയ്തത് അതാണ്. ഇതിലേക്കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ മതസൗഹാർദ്ദം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഒരു ലഹള കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ കൊണ്ടോ ഇന്ത്യയുടെ മതസൗഹാർദ്ദം തട്ടിക്കളയാനോ തടുത്തു കളയാനോ പറ്റില്ല. കാരണം ഇത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം മതസൗഹാർദ്ദ രാജ്യം തന്നെയാണ്.